നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ വിവാദമായൊരു സംഭവമായിരുന്നു പശ്ചിമബംഗാൾ ഗവർണറായ CV ആനന്ദബോസിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതി. ഈ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. പശ്ചിമബംഗാൾ ഗവർണർക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നിലവിൽ രാജ്ഭവനിലെ 4 ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. CV ആനന്ദബോസിനെതിരായിട്ടുള്ള പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ നോട്ടീസ് നൽകിയത്. ഇന്ന് വൈകുന്നേരം തന്നെ ഹരേ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നുള്ള താക്കീതാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചറിയാനും ഈ സംഭവങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാനും കൂടിയിട്ടാണ് പോലീസ് ഇങ്ങനെ നിർദ്ദേശം നൽകിയത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ ഉന്നയിച്ച ലൈംഗിക ആരോപണത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഗവർണർ CV ആനന്ദബോസ്. രാജ്ഭവനിൽ ഒരു സ്ത്രീയോട് CV ആനന്ദബോസ് അപമര്യാദയായി പെരുമാറിയെന്നാണ് സംസ്ഥാന ധനമന്ത്രി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ആരോപണം ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ പോലീസിൽ പരാതി നൽകിയെന്നും ധനമന്ത്രിയായ ചന്ദ്രിമ ഭട്ടാചാര്യ, സാഗരിക ഘോഷ് MP തുടങ്ങിയ നേതാക്കളൊക്കെ ആരോപണമുയർത്തിയിരുന്നു. ഇതിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന തള്ളുന്ന രീതിയിലുള്ള പരാമർശമാണ് ഗവർണർ നടത്തിയത്. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സത്യം വിജയിക്കുമെന്നുമാണ് CV ആനന്ദബോസിന്റെ പ്രതികരണം. തന്നെ അപകീർത്തിപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ളൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളത്. അതിന് ശ്രമിക്കുന്നവരെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് ആനന്ദബോസ് പറഞ്ഞത്. അതൃപ്തരായ 2 ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെ നടത്തുന്ന നീക്കം തന്നെയാണ്, ഒരു ഗൂഢ നീക്കം തന്നെയാണ് ഇതെന്നും രാജ്ഭവൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായി ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് രാജ്ഭവനും തീരുമാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.